പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് നിങ്ങൾക്കായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എപ്പോക്സി എങ്ങനെ നമുക്കിടാം. വീടുകളിൽ ടൈലിട്ട് കഴിഞ്ഞാൽ എപ്പോക്സി ഇടുന്നതിനെ കുറിച്ചാണ്. കാര്യം ഇത് ഞാൻ പറയാൻ കാര്യം ഒട്ടുമിക്ക വീടുകളും നമ്മളിപ്പോൾ കാണാറുണ്ട്. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോക്സി പാലുകാച്ചൊക്കെ കഴിഞ്ഞ വീടുകളിലൊക്കെ സാധാരണക്കാരുടെ വീടുകളിൽ കാര്യം എപ്പോക്സി ഇച്ചിരി ഭാരിച്ച ചിലവുള്ളതാണ്. 1 കിലോയ്ക്ക് 900 രൂപയൊക്കെ വില വരുന്നതാണ് എപ്പോക്സി. അപ്പോൾ അത് പലർക്കും ഈ പാലുകാച്ചൊക്കെ സമയത്ത് തിരക്ക് പിടിച്ച പാലുകാച്ചൊക്കെ സമയമാകുമ്പോഴത്തേക്ക് ഇടാൻ പറ്റിയിട്ടില്ല. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടാമെന്ന് വിചാരിക്കും. പിന്നെ നടക്കാതെ ഒക്കെ കിടക്കുന്ന വീടുകളുണ്ട്. അപ്പം അവർക്ക് പ്രയോജനപ്പെടും ഈ വീഡിയോ. അപ്പോൾ ഈ വളരെ ചിലവ് കുറഞ്ഞ് എങ്ങനെ എപ്പോക്സി ഇടാമെന്നുള്ളതിനെ കുറിച്ച് ആണ് ഈ വീഡിയോ. നിങ്ങളിത് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏത് എപ്പോക്സി ആണെന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പറഞ്ഞുതരാം. എപ്പോക്സി ഇടുന്നതിന് മുമ്പിട്ട് നമ്മൾ ഈ ടൈൽസുകൾ ചൊവ്വിന് നമ്മളിത് വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് പൊടികളും എല്ലാം എടുത്ത് കളയണം. ബ്രഷും ഉണ്ട്, നമ്മുടെ പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ച് മതി. പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ച് ഈ ജോയിൻറ്റുകളിലെ പൊടികളെല്ലാം നീക്കം ചെയ്ത് ഒരു ആക്സാ ബ്ലേഡോ സ്കേപ്പർ പോലുള്ള പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സ്കേപ്പർ കിട്ടും. അത് വെച്ചിട്ട് ഇങ്ങനെ ഈ ജോയിൻറ്റുകൾ കീറി, ആക്സാ ബ്ലേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്സാ ബ്ലേഡ് എളുപ്പം കീറി ഈ ബ്രഷിന് ഇതിൻ്റെ ജോയിൻറ്റുകളിൽ നിന്നുള്ള ഈ പൊടിപടലങ്ങളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഗ്രൗട്ട് ആഡ് ചെയ്യുന്ന ഇതിനകത്ത് ഗ്രൗട്ട് നിറയ്ക്കണം. കാര്യം നമ്മൾ എപ്പോക്സി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എപ്പോക്സി നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് എങ്ങനെ എപ്പോക്സി ഇടാമെന്നുള്ളതിന് വളരെ ചിലവ് കുറച്ച്. കാര്യം 1 കിലോ എപ്പോക്സി വാങ്ങിച്ചാൽ 900 രൂപയുടെ എപ്പോക്സി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് റൂം, 2 വലിയ റൂമൊക്കെ ആണെങ്കിൽ 2 റൂമും 3 റൂമൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങൾക്കത് ഏകദേശം മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇടാൻ പറ്റുന്ന ഒരു എപ്പോക്സിയുടെ കമ്പനിയാണിത്, MAKയുടെ. എളുപ്പമാണ്. കാര്യം ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് ഒരേ ഒരു ലിക്വിഡേ ഉള്ളൂ. കാര്യം ഈ എപ്പോക്സിക്കകത്ത് അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ MAKയുടെ എപ്പോക്സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 5 കിലോയുടെയാണ്. ഒരു വീടിന് 5 കിലോ മതിയാവും. 5 കിലോയ്ക്ക് ഏകദേശം 5500 രൂപയാണ് ഇതിനകത്ത് ഇത് കൊടുത്തേക്കുന്നത്, വില കൊടുത്തേക്കുന്നത്. 5 കിലോയ്ക്ക് 5 കിലോ കൊണ്ട് ഒരു 1200 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഏകദേശം തീരും. നമ്മൾ ഇടുന്നണക്കിരിക്കും. അത് ചിലവ് കുറച്ച് ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ആ എപ്പോക്സി എന്ന് പറയുന്നത്. ഇതിനകത്ത് വേണ്ട ഇതിലുള്ള ഇത് ഒരു ലിക്വിഡാണ്. ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഇത്. അതിനകത്തൊരു ടിന്നുണ്ട്. ഈ ടിന്നിനകത്താണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ടിന്ന്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് നമ്മളിപ്പോൾ ഈ 5 കപ്പ് ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ റൂമിനനുസരിച്ച്, നമുക്ക് റൂമിൽ 5 കപ്പൊന്നും വേണ്ട. അപ്പോൾ 5 കപ്പിന് ഈ ലിക്വിഡ് 1 കപ്പ് എന്ന അനുപാതത്തിലാണ് അത് ചേർക്കുന്നത്. അപ്പോൾ ഈ 5 എടുത്ത് കുഴക്കേണ്ട. നമ്മൾ ഓരോ റൂമിന് ആവശ്യമുള്ളത് ഇപ്പോൾ 2 കപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2.5 കപ്പ് എടുത്തു കഴിഞ്ഞാൽ 1/2 കപ്പ് ലിക്വിഡ് ഒഴിച്ച് വേണം ഇത് ചൊവ്വിന് മിക്സാക്കണം. സ്കേപ്പറിന് മിക്സാക്കണം. അതേ കണക്ക് തന്നെ ഇതിൻ്റെ കൂടെ ഈ ഗ്ലൗസ് വരും. ഗ്ലൗസ് ഉണ്ട് ഇതിൻ്റെ കൂടെ. ആ ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കാൻ ചിലർക്ക് കൈ പറ്റി കഴിഞ്ഞാൽ പോകത്തില്ല. ചിലർക്ക് അലർജി അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് ഇതെടുക്കുമ്പം ഈ ഗ്ലൗസ് ഇട്ടേ ഉപയോഗിക്കാവും. കാര്യം കൈ പറ്റി കഴിഞ്ഞാൽ ഇച്ചിരി താമസമുണ്ട്. ഇച്ചിരി ഉണങ്ങുന്ന അല്ലെങ്കിൽ ഷാമ്പൂ ഇട്ട് നമ്മൾ ചൊവ്വിന് അന്നേരം തന്നെ കൈ കഴുകണം. ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകി കഴിഞ്ഞാൽ ഒരുപാട് പറ്റി പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ ഇനി ബാക്കി ഇതിനെ ഇടുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതും ഇതിനകത്ത് എപ്പോക്സി ടൈൽസിനകത്ത് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതും നമുക്ക് പിന്നെ പറഞ്ഞു തരാം. എപ്പോക്സി ഇടുന്നതിന് മുമ്പിട്ട് നമ്മൾ ടൈൽസ് എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. ഇത് കണക്ക് ആക്സാ ബ്ലേഡോ സ്കേപ്പറോ ഉപയോഗിക്കും. വലിയ ആക്സാ ബ്ലേഡൊക്കെ നമുക്ക് കിട്ടും. അത് ഒടിച്ച് കണക്ക് ചെറിയ ആക്സാ ബ്ലേഡാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി എളുപ്പമുണ്ട്. കാര്യം നല്ലോണക്ക് ആ പൊടി വെള്ളങ്ങളെല്ലാം എടുത്ത് കളയാൻ പറ്റും. ചൊവ്വിന് ഇച്ചിരി നല്ല രീതിയിൽ പിടിച്ച് നമുക്ക് കളയാം. അപ്പോൾ അതേ കണക്ക് തന്നെ ആ ഹോളിലിരിക്കുന്ന എല്ലാ പൊടിയും ആക്സാ ബ്ലേഡും ഒന്ന് കീറിയിട്ട് കണക്ക് പെയിൻറ്റ് ബ്രഷ് വെച്ച് ആ ഹോളുകളിലിരിക്കുന്ന ആദ്യം ഒന്ന് തൂത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ ഹോളിലിരിക്കുന്ന വേണം വൃത്തിയായിട്ട്. അതിന് ശേഷം സിമൻറ്റ് നമ്മൾ എപ്പോക്സി ഇട്ടാൽ ഒരുപാട് നമുക്ക് എപ്പോക്സി വേണ്ടി വരും. അപ്പോൾ ഒരു 3 mm താഴ്ചയിൽ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ സിമൻറ്റ് നമ്മൾ ആദ്യം ഒരു ലെയർ സിമൻറ്റ് അങ്ങോട്ട് ഇടണം. അപ്പോൾ കുഴച്ചിടണം. കുട്ടിബ്ലേഡിന് കുഴച്ചങ്ങോട്ട് ഇട്ടാൽ മതി. ഇതാണ്ട് ഇത് കണക്ക് കുട്ടിബ്ലേഡിന് സിമൻറ്റ് മാത്രമായിട്ടാണ്
കണക്ക് നമ്മുടെ പൊട്ടിയിടുന്നതൊക്കെ തന്നെ ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് പോകണം. ഫില്ല് ചെയ്ത് മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലൊരു സ്കേപ്പറുണ്ട്. നമ്മുടെ ഈ ടൈൽ ഒട്ടിക്കുമ്പോൾ തന്നെ ഉള്ളൊരു സ്പേസർ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആ സ്പേസർ എല്ലാ വീടുകളിൽ കാണും. അപ്പോൾ അത് തന്നെ എടുത്തിട്ട് അതൊരു 3 mm കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കുറച്ച് ഭാഗം മുറിച്ച് കളയണം. അപ്പോൾ ഒരു 3 mm താഴ്ച മതി. എപ്പോക്സി നമുക്ക് അവിടെ സുഖമായിട്ടിരിക്കും. 3 mm കുറയാൻ പാടില്ല. നമ്മൾ 3 mm തന്നെ മാക്സിമം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ വേണം ഈ എപ്പോക്സി ഇരിക്കുക. 1 mm 2 mm എപ്പോക്സി ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ 3 mm താഴ്ചയിൽ നമ്മൾ ഇത് കണക്ക് ഈ സ്പേസർ ആ ഗ്യാപ്പിൽ ഇട്ടിട്ട് ഒരു പിടി പിടിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു താഴ്ചയിൽ 3 mm താണ് നമുക്ക് ആ ഗ്രൗണ്ട് കറക്റ്റ് ലെവൽ നിരപ്പിൽ നമുക്ക് കിട്ടും. നമ്മൾ എന്നിട്ട് അതിന് ശേഷം ഇത് വലിച്ചതിന് ശേഷം ചൊവ്വിന് തുടച്ച് വൃത്തിയാക്കണം. വൃത്തിയാക്കിയതിന് ശേഷം ബ്രഷ് ഒന്നുകൂടെ ഈ ഹോളിൽ കൂടെ ഒന്നുകൂടെ ബ്രഷ് ഇട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കളയണം. ഇത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ എപ്പോക്സി നമ്മൾ അതിനകത്ത് ഇടേണ്ടത്. അതുകൊണ്ട് എപ്പോക്സി മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള എപ്പോക്സി എടുക്കുക. അത് കുറച്ച് എടുത്തിട്ട് അതിന് ഒരു കുഴമ്പ് രൂപത്തിൽ എടുക്കത്തക്ക രീതിയിൽ തന്നെ അത്ര തന്നെ ആ കെമിക്കലും അതിനകത്ത് ശകലം ഒഴിക്കണം. ഒഴിച്ച് ചൊവ്വിന് മിക്സ് ചെയ്ത് ഗ്ലൗസ് ഇട്ട് വേണം അതൊക്കെ ചെയ്യാൻ. മിക്സ് ചെയ്യുക. ചൊവ്വിന് മിക്സ് ചെയ്യണം. ഒരു 2-3 മിനിറ്റെങ്കിലും 3-4 മിനിറ്റ് ചൊവ്വിന് മിക്സ് ചെയ്യണം. കാര്യം എപ്പോക്സി എല്ലായിടം ആ കെമിക്കൽ ചെല്ലണം. പിന്നെ അത് സെറ്റിങ് കറക്റ്റാവും. എന്നിട്ട് ഇത് കണക്ക് തന്നെ നമ്മൾ നേരത്തെ അതിനകത്ത് ഇട്ടതുപോലെ തന്നെ ആഡ് ചെയ്യണം. ജോയിൻ ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റുള്ളിൽ നമുക്ക് അത് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തുടക്കിയത് കണക്ക് ഷാമ്പുവോ സർഫായാലും മതി. സർഫ് അങ്ങനെ ഒരു വെള്ളത്തിനകത്ത് ബക്കറ്റ് വെള്ളത്തിനകത്തിട്ട് ഇച്ചിരി തോനയിട്ടോ സർഫും ഷാമ്പും ഒക്കെ ഇട്ടിട്ട് കണക്ക് ചൊവ്വിന് നമ്മൾ ജോയിൻറ്റിൽ നീളത്തിൽ പിടിക്കരുത്. ഒരുമാതിരി റൗണ്ടിൽ അത് കാണിച്ചു തരാം. ഇങ്ങനെ കറക്കി പിടിക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നീളത്തിൽ പിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങ് പോരും. എപ്പോക്സി ഇങ്ങ് പോരും. നമ്മുടെ തോർത്തിൻ്റെ കൂടെയൊക്കെ ഇങ്ങ് പോരും. അതുകൊണ്ട് ദാണ്ട് ഇതുപോലെ കണക്ക് കറക്കി ആ ഇട്ട ഭാഗം ഇങ്ങനെ പിടിക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ ടൈൽസിൻ്റെ മണ്ടേന്നെല്ലാം പോകും. ആദ്യം ഒരു തുടച്ച് വീണ്ടും ചവിട്ടി കയറാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഈ ജോയിൻറ്റുകളിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ വീണ്ടും ടൈലിൻ്റെ മണ്ടയിലൊക്കെ എപ്പോക്സി പറ്റിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പോകത്തില്ല. ഉണങ്ങിയതിന് ശേഷം ഇത് കൈയോടെ തുടപ്പ് ഒരു പ്രധാന ഘടകമാണ് ഇത് ക്ലീൻ ചെയ്യൽ. അപ്പം ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതുപോലെ തന്നെ കറക്കി തുടച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞ് എന്നിട്ട് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ തുടച്ച് കഴിഞ്ഞാൽ ടൈൽസ് വൃത്തിയായി. എപ്പോക്സിയുടെ പരിപാടിയും തീർന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ടൈൽസ് വർക്കുകളോ അത് കണക്ക് എപ്പോക്സി ഇടണോ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ മുകളിൽ കൊടുത്തേക്കാം. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എപ്പോഴും ഞങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട് ഈ രംഗത്ത്. അപ്പോൾ നിങ്ങൾ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഞങ്ങളുടെ അടുത്തെത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക, നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ എപ്പോക്സി ഇടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ടൈൽസ് വർക്കുകളെല്ലാം ഉണ്ട്. കോൺടാക്റ്റ് നമ്പർ മുകളിൽ കൊടുത്തിരിക്കാം. കോൺടാക്റ്റ് ചെയ്തിരുന്നാൽ മതി.